നിങ്ങളൊന്നും ഈ യുക്തിവാദികളെ പ്രസംഗം തീരെ കേൾക്കരുത്. ഞാനേ കേൾക്കലുണ്ട്. കാരണം ഞാൻ 10 കൊല്ലം പള്ളിയർസിൽ മര്യാദക്ക് പഠിച്ച ആളാണ്. അപ്പോൾ അവരെവിടെ കട്ടത് എന്ന് എനിക്കറിയാം, വെട്ടിയത് എവിടെയെന്ന് എനിക്കറിയാം, അത് പിടികൂടാൻ അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി എനിക്കറിയാം. നേരെ മറിച്ച് പഠിക്കാത്ത കുട്ടികൾ എല്ലാം വായിച്ചിട്ട് ഹക്ക് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒന്ന് മര്യാദക്ക് വായിക്കണ്ടേ? ഇന്ന് അങ്ങനെയാണ്, നമ്മൾ കേൾക്കാൻ പോരുത്. എത്രയോ കുട്ടികൾ പഴച്ചു പോയിട്ടുണ്ട്, മുർത്തദ്ദുകളായിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുർത്തദ്ദുകളായി കയ്യിൽ നിന്ന് പോയവരുണ്ട്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം വസ്വാസാണ് നടക്കുന്നത്, മുഴുവനും വസ്വാസുകളാണ്. എന്ത് പറഞ്ഞ റസൂലുള്ളാഹിനെ കുറിച്ച് വസ്വാസാക്കുക, അള്ളാഹിനെ കുറിച്ച് വസ്വാസാക്കുക, ഖബർ ജീവിതത്തിനെ കുറിച്ച് വസ്വാസാക്കുക. ഒരു കുട്ടി ഇപ്പം അടുത്ത് ചോദിച്ചു, ഉസ്താദേ ഈ ഖബർ വിശാലാക്കാൻ തോർന്നാൽ മൂടലിൽ കൊഞ്ഞിടൂലേ എന്ന്. നമ്മൾ സാധാരണ ഖബറിങ്ങ പോയിട്ട് തോർക്കുമല്ലോ, പഠിച്ചോനെ ഇയാളെ ഖബറൊന്ന് വിശാലാക്കണേന്ന്. അപ്പം ലിബറൽസം കയറിയ കുട്ടി വേക്കുന്നു, അത് തോർക്കല്ലേ ഉസ്താദേ, കാരണം വല്യപ്പാനെ പിന്നെ സെൻറ്റർക്ക് മൂടലൊക്കെ കൂടി കൊഴിഞ്ഞു കുന്നാർ. അപ്പം അപ്പുറത്തുനിന്ന് വേറെ കുട്ടി, ഒരിക്കലും വിശാലാക്കാൻ തോർക്കാൻ പറ്റില്ല, ഇടുങ്ങാനാണ് തോർക്കേണ്ടത്, കാരണം ഇതാണ്ട് വിശാലായ അപ്പുറത്തിൻ്റെ വല്യമ്മാൻ്റെ ഖബർ അതങ്ങോട്ട് ജാമാവുന്ന പറഞ്ഞു. ഇതൊക്കെ എന്താ കാരണം എന്നറിയാം നിങ്ങൾ? തലയിൽ കയറിയത് വേറെ സാധനമാണ്, എന്നാൽ കൊടി പിടിക്കാൻ മുമ്പിൽ ഉണ്ടാവും ചെയ്യും. ഇതാ അന്നത്തെ പ്രശ്നം. അപ്പോൾ എന്നോട് ഹൈറാനായിട്ട് 1-2 ആൾക്കാർ വിളിച്ചു ചോദിച്ചു എന്താ അപ്പം അതിന് മറുപടി കൊടുക്കാന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ബർസഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഉറങ്ങുക എന്നാണ്. ബർസഖ് എന്ന് പറഞ്ഞാൽ അതാണ്, രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു വിഷമ താവളം എന്നാണ്. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ 2 ആളിങ്ങനെ ഒപ്പം കിടന്നുറങ്ങുകയാണ്. ഒപ്പം കിടന്നുറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഒരാളിങ്ങനെ നീലാകാശത്തിലൂടെ പാറി പുറക്കേയിരിക്കും, മറ്റാൾ ആ കിണറ്റിക്ക് വീണിട്ട് പാമ്പടിച്ച് ആന്ന് പറയണ കാരണം. ഇയാൾ കാണുന്നത് ഇയാൾക്കും ബാധകമല്ല, ഇയാൾ അനുഭവം മറ്റാൾക്കും ബാധകമല്ല. അങ്ങനെയല്ലേ ഉള്ളത്? അങ്ങനല്ലേ? എന്നാൽ അങ്ങനെ തന്നെയാണ് ഖബറും. ഇവിടെ ഇടുങ്ങിയ അവിടെ ജാമാവോ, ഇവിടെ വിശാല അവിടെ, അങ്ങനത്തെ വിഷയമൊന്നുമില്ല. അതൊരു ബർസഖി അനുഭവമാണ്. എങ്ങനെയെന്ന് അവിടെ പോയാലേ മനസ്സിലാവുള്ളൂ. സ്വപ്നം വെറുതെ എന്ന് പറയാൻ പറ്റില്ല. വെറുതെ ആണെങ്കിൽ എന്തേലും ചിലപ്പം കുളിക്കേണ്ടി വരണേ, ചിലപ്പം കുളിക്കേണ്ടി വരണില്ലേ? വെറുതെ ആണെങ്കിൽ അപ്പം കുളിമുറി കോടേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. സ്വപ്നം അങ്ങനെയാണ്, തള്ളാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പം അങ്ങനെ തന്നെയാണ് ബർസഖി അനുഭവം എന്ന്. സുബ്ഹാനവഞ്ചല്ല. ഇപ്പം ചില ആളുകൾ ഖബർ കൊയ്ക്കണ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ഈ മൂടുകല്ലിൻ്റെ അടിയൊക്കെയുള്ളത് 3 മുഴം 2 മുഴക്ക്. ഞാൻ അങ്ങനെ എന്തിനാ അപ്പം അതിൻ്റെ ആവശ്യം? അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ ഭാഗത്ത് കുഴിക്കണ എന്താ വെച്ചാൽ മലക്ക് വന്നിട്ട് മയ്യത്തെ നീപ്പിച്ച് ഇരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ തല മുട്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. സുബ്ഹാനമഞ്ചല്ലോ. അപ്പം ചില ആൾക്കാരെ അടിച്ചാൽ മയ്യത്ത് ഓടുമ്പോൾ എന്താ കാട്ടുക? എന്നാൽ പിന്നെ അത്രയും പോരാ, കാരണം ചിലപ്പോൾ മലക്ക് വലിയ കുന്തേറ്റാണ്. അപ്പോൾ കുന്തേറ്റ് വരുമ്പോൾ ആ കുന്തം കണ്ട് ചാരി വെക്കണമല്ലോ, അതിനൊന്നും കൂടി നീട്ടണ്ടേ. മലക്കാനി അസ്വദാനി യഹ്രിഖാനിൽ ബി അന്യാബിഹിമ വ ശുഊറുലഹുമ ശുഊറും മസ്ദൂല വ സൗതുഹുമ കറാദിൽ ഖാസിഫി വ നഫസുഹുമ കരീഹിൽ ആസിഫി വ ഫി യദി കുല്ലി മിൻഹുമ മിഖ്മൗ മിൻ ഹദീദ് എന്നല്ലേ, ഇരുമ്പിൻ്റെ കുന്താണേ കാരം. അപ്പം എന്താ ചെയ്യുക? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലിബറലിസം കേടിയ അപകടങ്ങളാണ്. ഞാൻ അങ്ങനെ ആഴത്ത് കുഴി ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല, പൊതുവെയുള്ള ചോദ്യങ്ങൾ മൊത്തം അങ്ങനെയായി. അവിടെയാണ് ശംസുലമ നമ്മുടെ കൽബിൽ ജീവിക്കേണ്ടത്. അവിടെയാണ് കണ്ണിയത്ത് ഉസ്താദ് നമ്മുടെ കൽബിലേക്ക് വരേണ്ടത്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു തആല മർക്കബ പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ മഹല്ലി ദർസ് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ളുഹർ ബാങ്ക് വിളിക്കുകയാണ്. ബാങ്ക് വിളിച്ചപ്പോൾ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി കയറി. 20 മിനിറ്റാണല്ലോ ഇക്കാമത്തിൻ്റെ ബാങ്കിൻ്റെ ഇടയിലുള്ളത്. ഇക്കാമത്ത് കൊടുക്കാൻ നേരത്തെ കണ്ണിയത്ത് ഉസ്താദ് നീച്ചെന്നു. എൻ്റെ അടുത്ത് മഹല്ലി ഓതിയ കുട്ടികളൊക്കെ ഇങ്ങനെ വരും. പുറത്തുനിന്ന് കുറേ ആൾക്കാർ നിസ്കരിക്കാൻ കയറിയിട്ടുണ്ട്, പുറമെ യാത്രക്കാരുണ്ട്, അവരടിയെന്നാണ് അപ്പോൾ ഇത് പറയണത്. എന്നിട്ട് ഓതിയ കുട്ടികളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ദർസ് നടത്തിയപ്പോൾ ഒരു ഇബാറത്തിന് അർത്ഥം വെച്ച് തെറ്റിയിട്ടുണ്ട്, അത് അബദ്ധമാണ്, അവിടെ ലമീർ മടക്കിയത് ശരിയല്ല, അതുകൊണ്ട് ശരി ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ തിരുത്തണമെന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ ആകെ വഷളായി. കാരണം നാട്ടുകാർ കുറേ അവിടെ കൂടിയിട്ടുണ്ട്, യാത്രക്കാരും കയറിയിട്ടുണ്ട്. അവരിടയിൽ ഉസ്താദിന് റീമാർക്ക് വന്നില്ലേ, സമസ്തൻ്റെ പ്രസിഡന്റ് എന്തെങ്കിലുമൊക്കെ അർത്ഥം വെക്കുക, അത് ഓർമ്മ പിന്നെ തിരുത്തി തരികയെന്ന് നാടന്മാർ പറയില്ലേ. കാരണം ചില നാടന്മാർക്ക് ഒരു കഥയില്ലല്ലോ. ഏതോ ഒരു സ്ഥലത്ത് മൗലൂദ് ഓതുമ്പോൾ കുറേ ഉസ്താദ്മാർ, വലിയ മഹാന്മാർ, അവരിങ്ങനെ ഏട് നോക്കിയിട്ട് ബൈത്തല്ലി കൊടുത്തു. ഇന്ന ബൈതൻ തസാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. അവരെ ഏട് നോക്കിയിട്ട് അല്ലി കൊടുത്ത്. ജവാബല്ലേ കുറേ നാടന്മാരൊക്കെ കൂടി കാണാതെ അതിന് ജവാബും ചൊല്ലി.
പൈസ കൊടുത്ത സമയത്ത് ഈ ജവാബല്യ നാടന്മാർക്ക് 50ഉം 7 ആക്കിയിട്ട് ചൊല്ലിക്കൊടുത്ത് ഉസ്താമാക്കി 25 കൊടുത്ത്. അപ്പോൾ ആരോ ചോദിച്ചു എന്തിയപ്പോൾ ഇതിങ്ങനെ? ഓല് കാണാതെയാണ് ചൊല്ലിയത്, ഇവർ കണ്ടിട്ടാണെന്ന്. നാടന്മാരുടെ അവസ്ഥ അങ്ങനെയല്ലേ? അപ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനെ ദർശനത്തെയൊക്കെ തിരുത്തുമ്പോൾ മോശമല്ലേ? കുട്ടികൾക്ക് എന്നെ എന്തിച്ചു ഉസ്താദിന് നാളെ പറഞ്ഞാൽ പോരായിരുന്നോ? ഇതാണ് നമ്മളെ ആലിമീങ്ങൾ. അല്ലെങ്കിൽ റൂമൊക്കെ വിളിച്ചിട്ട് വേറെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഇപ്പം തന്നെ പറയണോ? ആ കണ്ണീയത്ത് ഉസ്താദിനോട് 1-2 കുട്ടികളെ ചോദിച്ചപ്പോൾ കണ്ണീയത്ത് ഉസ്താദിന് മറുപടി എന്താ അറിയോ? SKSBയുടെ കുട്ടികളെ എന്താ മറുപടി എന്നറിയോ? നാളെ ആ സമയത്ത് ഞാൻ ഉണ്ടാവുമെന്നതിന് എന്താ മോനെ തെളിവ്? ചോദിച്ച കുട്ടി അങ്ങ് കരയുകയാണ്. എന്തിനാ നമ്മുടെ മഹാന്മാർ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ 2 ആഴ്ച മുമ്പ് കാസർഗോഡൊക്കെ പ്രോഗ്രാമിന് പോവാൻ. സമസ്തയുടെ തലപ്പത്തിരിക്കുന്ന പടുകൂറ്റൻ പണ്ഡിതൻ നേതാവ് എൻ്റെ അടുത്തുണ്ട്. പേര് ഞാൻ പറയണില്ല. മിക്കവാറും കാസർഗോഡ് പോകുമ്പോൾ ആരാന്നിപ്പോൾ നിങ്ങൾക്കും അറിയാമല്ലോ. എൻ്റെ വാള അവരെന്നാ ഉദ്ഘാടനം. അവർ കയറിയത് കോഴിക്കോട് നിന്നാണ്, ഞാൻ കയറിയത് തിരൂരിൽ നിന്നാണ്. എൻ്റെ കൂടെ ചിലപ്പോൾ 1-2 കുട്ടികളുണ്ടാവും, അപൂർവമാണ് ഒറ്റയ്ക്ക് പോയാൽ. അവരെ കൂടെ ആരുമില്ല, ഒറ്റക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒറ്റക്ക് പ്രത്യേകിച്ച് ഏഷണി ഭീഷണിയൊക്കെ ഉള്ള ഈ പരീക്ഷണ സമയത്ത് ഒറ്റക്ക് എന്നുള്ളൊരു പ്രയാസമല്ലേ? സുരക്ഷിതത്തിന് ഒരാളെങ്കിലും കൂടെ വേണ്ടേന്ന് വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു മറുപടി തിരിച്ച് വരുമ്പോഴും ഞാൻ വണ്ടിയെന്ന് ഓർത്തു. എന്താ പറഞ്ഞേ അറിയോ? ഞാൻ സമസ്തയുടെ ഒരു ഹാദിം എന്ന നിലയിൽ, ഇതാണ് നമുക്ക് വേണ്ടത് സന്തോഷം. സമസ്തയുടെ ഒരു ഹാദിം എന്ന നിലയിൽ, സമസ്തയുടെ ഒരു ഹാദിം എന്ന നിലയിൽ ഞാൻ മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കാൻ കുറേ ആളുകൾ ഉണ്ടാവും. ഇനി ഞാൻ കൊല ചെയ്യപ്പെട്ടാലോ ഒന്നും കൂടി ആൾക്കാർ കൂടും. എനിക്ക് എന്ത് നഷ്ടമുള്ളത് റഹ്മാനി എന്ന് വെച്ച് എൻ്റെ തലക്കങ്ങോട്ട് കയറിയത്. പടച്ചോനെ, നമ്മളൊക്കെ മരിച്ചാൽ എത്ര ആളുകളാണ് മയ്യിത്ത് നിസ്കരിക്കാൻ ഉണ്ടാവുക? എൻ്റെ അമ്മ 2 വർഷം മുമ്പ് എന്നോട് ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ ജീവിതത്തിൽ കാണാത്ത ഗ്രാമങ്ങൾ ഉമ്മാക്ക് വേണ്ടി കത്തം തീർക്കുക. ഞാനവരെ കണ്ടിട്ട് തന്നെയില്ല. ഞാൻ എവിടെയെങ്കിലും വാല് പറയുകയാണെങ്കിൽ സംഭാവന പിരിച്ചാൽ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഫത്തയിൽ ഫത്തായിലായിരുന്നു ഉമ്മ മരിച്ച 3-ാം ദിവസം എനിക്ക് വയല്. അന്ന് ഒരാൾ ഗൾഫിൽ നിന്ന് വിളിച്ചു തരാം, ജലീർ റഹ്മാനിൻ്റെ ഉമ്മൻ്റെ ഖബർ സന്തോഷമാകാൻ വേണ്ടിയിട്ട് 38,000 റുപ്യ. ആളിൻ്റെ ഉമ്മാനെ കണ്ടിട്ടും കൂടിയില്ല. ഇതൊക്കെ എങ്ങനെ കിട്ടുന്നതാ? സമസ്തയുടെ ഹാദ്യമായതിൻ്റെ പേരിൽ കിട്ടുന്നതാ. അല്ല, ഞാൻ എൻ്റെ വാചാലത കൊണ്ട് കിട്ടുന്നതല്ല. ഞാൻ ഇപ്പോൾ സമസ്തയിൽ നിന്നാണ് രാജിവെച്ച് നോക്കണം. ഞാൻ പരിയിൽ കുട്ടികളെ കളിപ്പിച്ച് ഇങ്ങനെ ഉറ്റി കളിച്ചിരിക്കാം എന്നെ. ഇതൊക്കെ സമസ്തയിലൊരു ഹാദിമാമ കിട്ടുന്നതാണ്. അപ്പോൾ ചിലർക്കൊന്നും ഇതൊക്കെ നമ്മളെ കഴിവാണ് എന്ന്. അവരൊക്കെ ഒരു മൂലൊക്കെ ചൂലെടുത്തിട്ട് ഇങ്ങനെ അടിച്ചുവരി പോകേണ്ടി വരും. പിന്നെ നമ്മൾ മരിച്ചാൽ എത്ര ആളുകളെ മയ്യിത്ത്, എത്ര ആൾക്കാരെ മനം പൊട്ടിയത് ഓർക്കുക, എത്ര ഹത്തുമ നമുക്ക് കിട്ടുക. 2 ആൾ നമുക്ക് അനുകൂലമായിട്ട് മുഅ്മിനീങ്ങൾ പറഞ്ഞ വജബാന്ന് റസൂൽ പറഞ്ഞു. സബത്ത വജബ, അത് പാസ്സായി. എന്ത് പാസ്സായി? സ്വർഗം പാസ്സായി, മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇതിൻ്റെ ലക്ഷ്യം എന്താ? ഇത് കേവലം പാർട്ടിയല്ല, ഇത് കേവലം ഗ്രൂപ്പല്ല, ഇത് ഹിദായത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിലൊരു അവസരം കിട്ടുക എന്നുള്ളത് പടച്ചോന്റെ തെരഞ്ഞെടുപ്പാണ്. അതിന് ശുക്രാണ് നമുക്ക് വേണ്ടത്. സമയം 86,400 സെക്കൻഡ് ഒരു ദിവസം അല്ലാഹു തആല നമുക്ക് തരുന്നുണ്ട്. എത്ര? ഉറപ്പന്നല്ലേ? പിന്നെന്താ എല്ലാവരും കൂടി ഏറ്റു പറഞ്ഞേ? 86,400 സെക്കൻഡാണ് ഒരു ദിവസം. ഒരു ദിവസം ഒരു മനുഷ്യന് അല്ലാഹു തആല നൽകുന്ന എല്ലാ നിയമത്തും വ്യത്യാസമാണ്. എനിക്ക് കിട്ടുന്ന ഭക്ഷണമല്ല ഇപ്പം അങ്ങ് കിട്ടുക. എനിക്ക് കിട്ടുന്ന ഭക്ഷണമാണോ അങ്ങ് കിട്ടിയത്? അല്ല, എനിക്ക് കുറേ ഇറച്ചി കോരിയിട്ടെന്ന് തൊട്ട് നോക്കുമ്പോൾ ഒന്നും തിന്നാൻ വയ്യ, ഒക്കെ അല്ല. ഞാൻ നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ഇങ്ങക്ക് കിട്ടിയത് ആ ഇട്ടുന്ന ആൾ ഇതൊക്കെ കനം കണ്ടിട്ട് ഇറച്ചിയെന്ന് ചോദിച്ചാൽ ഇട്ടെന്നാട്ടോ. അവരെ കുറ്റം പറയാൻ പറ്റൂല, അതും പറഞ്ഞുതരാം. നേരെ മറിച്ച് ഇങ്ങക്ക് കിട്ടിയത് വേറെ ആയിരിക്കും. ഞാൻ പൊറാട്ട എന്നാ അങ്ങ് കിട്ടിയത് പത്തിരി ആയിരിക്കും. എല്ലാ നിയമത്തും വ്യത്യാസമാണ്. പക്ഷേ ഒരു ദിവസം അല്ലാഹു തആല ഓരോ മനുഷ്യനും കൊടുക്കുന്ന നിയമത്തുണ്ട്, സമയമെന്ന സമ്പത്ത്. അത് എല്ലാവർക്കും കിട്ടുന്നത് ഒരു ദിവസം ജീവിച്ചാൽ 86,400 സെക്കൻഡാണ്. ഇത് വെച്ചിട്ടാണ് ചിലർ സ്വർഗം വാങ്ങണത്, അത് വെച്ചിട്ടാണ് ചിലർ നരകവും വാങ്ങണത്. നമ്മൾ ഏതാ വാങ്ങണ്ടേ? സ്വർഗമാണ്. അതിന് കച്ചവട ലാഭം ഉണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുമിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഈ കച്ചവടം പരാജയപ്പെട്ടാലോ? വൽ അസ്ർ, വൈകുന്നേര സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, എന്താ വൈകുന്നേര സമയം പിടിക്കാൻ കാരണം? കച്ചവടത്തിലെ വരവും ചെലവൊക്കെ കണക്കൂട്ടൽ വൈകുന്നേരമാണ്, അല്ലേ?
നിങ്ങൾ കണ്ടിട്ടില്ലേ കടയിലിരുന്നിട്ട് വൈകുന്നേരം തലയും ചൊറിഞ്ഞിട്ട് ഇങ്ങനെ ഈച്ചനാട്ടിയിരിക്കുന്നത്? കച്ചവടം കണക്കൂട്ടൽ വൈകുന്നേരമാണ്. ഇപ്പുറത്ത് നമ്മുടെ പ്രവർത്തനം ഉണ്ടല്ലോ, ശരീരവും മനസ്സും സമ്പത്തും അള്ളാഹ്ക്ക് കൊടുത്തിട്ടുള്ള ഈ പരിശ്രമം, ഇതിനെ പടച്ചോൻ പറഞ്ഞ തിജാറത്ത് എന്നാണ്. തിജാറത്ത് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം തന്നെ ബിസിനസ് എന്നാണ്. ഇനി മറന്നു പോണ്ടാന്ന് കരുതിയിട്ട് അള്ളാഹ് ആ ലഫ്ള് തന്നെ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം. കഠിന കഠോരമായ ബീഭത്സകമായ നരകീയ ജ്വാലയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടത്തെ കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെ. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. SKSBയുടെ മക്കളെ, നിങ്ങൾ ഒന്നാം തരം കച്ചവടത്തിലപ്പോൾ വലാസർ ഇനി കണക്കൂട്ടണം. വൈകുന്നേരം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അതിൽ പെടരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇല്ലല്ലദീന ആമനു 4 അവിടെ പറഞ്ഞത് ഇല്ല. അതിൽ മഹാന്മാർ സൂചന പറയുന്നുണ്ട്. ഇല്ലല്ലദീന ആമനു അബൂബക്കർ സിദ്ദീഖ് ഒഴിച്ച്, വഅമിലു സ്വാലിഹാത്ത് ഉമറുൽ ഫാറൂഖ് ഒഴിച്ച്, വതവാസൗ ബിൽ ഹഖ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒഴിച്ച്, വതവാസൗ ബിസ് സബർ അലി ഇബ്നു അബി ത്വാലിബ് ഒഴിച്ച്. ഈ 4 ആൾക്കാരാണ് കച്ചവടത്തിലെ വലിയ മുതലാളിമാർ. കൊണ്ട് ഓരോ ആയത്തിൽ ഓരോ മഹാന്മാരിലേക്ക് സൂചനയാണ്. എൻ്റെ വകയല്ല, ഇസ്മായിൽ ലക്കി റഹ്മത്തുള്ളാഹി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ അവരെ 4 ആളെ കൂടെ ചേർന്നിട്ടാണ് പോവാനുള്ളത് സ്വർഗത്തിലേക്ക്. നമ്മളെ കച്ചവടം സമസ്തയിലൂടെയാണ്, നിങ്ങളുടെ കച്ചവടം SKSBയിലൂടെയാണ്, കുറച്ച് കഴിഞ്ഞാൽ SKSFയിലൂടെയാണ്, പിന്നെ കഴിഞ്ഞാൽ SYSലൂടെയാണ്. ഈ കച്ചവടം പൊട്ടിപ്പോകരുത്. ഇത് രക്ഷപ്പെട്ടാൽ സ്വർഗാൻ. അവിടെയാണ് നമ്മെ കാത്തിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ. അവിടെയാണ് നമ്മെ കാത്തിരിക്കുന്നത്. മുൻകഴിഞ്ഞു പോയ മാന്മാരായ വരക്കലുപ്പാപ്പയെ പോലെ, പാങ്ങിലുപ്പാപ്പയെ പോലെ, പറവണ്ണ ഉസ്താദിനെ പോലെ, ചാലിയാത്തി മഹാനെ പോലെ, വലിയുള്ളാഹി ശംസുലമായ പോലെയുള്ള മഹാന്മാർ നമ്മെ കാത്തിരിക്കുന്നത് പാലാറ് വിഞ്ഞാറ് തേനാറ് കളകളാറവം മുഴക്കി ഒഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിലാണ്. അള്ളാഹു അവിടെ എത്തുന്നത് വരെ ചിതറാതെ പതറാതെ ഇടറാതെ സമസ്തക്ക് വേണ്ടി നിസ്വാർത്ഥ സേവനം ചെയ്യാൻ അള്ളാഹു അവസരം നൽകട്ടെ. അള്ളാഹു അവസരം നൽകട്ടെ. 5 മിനിറ്റും കൂടി ഒരു സലാത്ത് എല്ലാവരും കൂടി ചൊല്ലിക്കേ. 1 മതി രക്ഷപ്പെടാൻ, പക്ഷെ ചൊല്ലുമ്പോലെ ചൊല്ലണം. മദീനന്റെ പച്ച കുബ്ബയെ കൽബിൽ, കൽബാണല്ലോ വിഷയം. കൽബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഇളകുക എന്നാണ്. കൽബ് എന്താ അർത്ഥം? കൽബ് എന്നുള്ളതിൻ്റെ അർത്ഥം ഇളകുക എന്നാണ്. മറിയ ഇങ്കലബ യങ്കലിബ് ഇൻകിലാബ്, മറിയ കൽബ്. അതുകൊണ്ടല്ല അഖീദ എന്ന് വന്നത്. അഖദ് എന്ന് പറഞ്ഞാൽ കെട്ടിയിടുക എന്നാണ്. മിൻ ശരീൽ വസ്വാസ് അവിടെ അല്ലേ ഖുൽ ബിന്നാസ് മലിക്കിന്നാസ് മിൻ ശരീൽ വസ്വാസിൽ ഖന്നാസ്. അതിൻ്റെ നേരെ ഇപ്പുറത്തെ ഖുൽ ബിൽ ഫലക്ക് മിൻ ശരി മാ ഖലക്ക് മിൻ ശരി ഗാസിഖിൻ ഇദാ മിൻ ശരി നഫാസ ഫിൽ ഉഖദ്. അഖദിൻ്റെ ജമ്മാണ്. അപ്പം അഖദ് എന്ന് പറഞ്ഞാൽ കെട്ടിയിടുക. എന്തിനാ കെട്ടിയിടുന്നത്? ഇളകണ സാധനത്തിനെ കെട്ടിയിടണം. എന്തുകൊണ്ടാണ് കെട്ടിയിടേണ്ടത്? കയറുണ്ട്. ഏതാ കയറ്? വഅതസിമു ബിഹബലില്ലാഹ്. അതാ കയറ്. ഏതാണത്? ഫഅലം അന്നഹു ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിന്റെ ഒരു ബന്ധം നോക്കാൻ നിങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് 12 അക്ഷരാണ്. അബൂബക്കർ സിദ്ദീഖ് 12 അക്ഷരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് 12 അക്ഷരാണ്. ഇതല്ലെങ്കിൽ എനിക്ക് ഫോൺ ചെയ്തോളി, പിന്നെ ഏരിയക്ക് വാതിന് ഞാൻ വരില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 12 അക്ഷരാണ്. അലി ഇബ്നു അബി ത്വാലിബ് 12 അക്ഷരാണ്. ഇതൊക്കെ സമർപ്പിക്കാൻ വേണ്ടി വന്ന മുത്തുനബി വന്ന റബീഉൽ അവ്വൽ 12 റബ്ബിൻ വിധിയാലേ റബീഉൽ അവ്വൽ 12 ഓദിത്തേവരാ 12 ഓദിത്തേവരാ. ഈ 12 കൂടെ നിന്നാലേ നമുക്കൊരു കൊല്ലം കിട്ടണ മാസങ്ങളുടെ എണ്ണം എത്രയാണ്? 12. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് കൂട്ടിയാൽ കിട്ടുന്ന 24. ഒരു ദിവസത്തെ മണിക്കൂറുകളുടെ എണ്ണം എത്രയാണ്? 24. അതാണ് ഞാൻ പറഞ്ഞത് 86,400 സെക്കൻഡ് എന്ന്. ഇത് സമസ്തക്ക് വേണ്ടിയാണ്ട് ഇറങ്ങി പ്രവർത്തിച്ചാണ്ടല്ലോ മരിക്കുന്ന സമയത്ത് മക്കളെ ചിരിച്ചിട്ട് മരിക്കാൻ കഴിയും. അപ്പോഴാണ് ചെത്തി പൊളിക്കേണ്ടത്. ചിരിച്ചിട്ട് മരിക്കാൻ കഴിയും. ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് വല്ലാണ്ട് ചിരിക്കൂല. അപ്പോൾ കുട്ടികൾ സ്നേഹിതന്മാർ ചോദിച്ചു, ഈ എന്താണ് ഈ ചിരിക്കാത്ത? നീ മരിക്കുമ്പോൾ ചിരിക്കാൻ നിൽക്കുക. അപ്പം ചിരിച്ചു. ഞാൻ മരിക്കുമ്പോൾ ചിരിക്കാൻ എപ്പോൾ കൂടുതൽ ചിരിക്കാത്തതെന്ന് പറഞ്ഞു. ഇയാൾ മരിച്ചപ്പോഴേ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളടക്കം ചിരിക്കുന്നത് കണ്ടു എന്നാണ്.
അപ്പോൾ ഒരു ചിരിയുണ്ട്. ഷംസുലമ പോയത് എങ്ങനെയാ അറിയോ? സുബൈൻ്റെ ബാങ്ക് ഇങ്ങനെ മുഴക്കാണ്. ഷംസുലമ കയ്യിൽ തസ്ബീഹിൻ്റെ മാല, അതരത്തിൽ ബാങ്കിൻ്റെ ധ്വനി, അത് ഏറ്റ് ജവാബ് വല്ലി. മുഅദ്ദിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഷംസുലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. പിന്നെ കണ്ണടച്ചു. അവർ അള്ളാഹുവിൻ്റെ അനന്ത വിഹായസിലേക്ക് പാറിപ്പറന്നു. അള്ളാഹുയുടെ ബർക്കത്തുകൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. SKSBയുടെ ഒരു പ്രവർത്തകനായ മഞ്ചേരി കാരക്കുന്ന് എന്ന സ്ഥലത്തുള്ളൊരു പ്രവർത്തകൻ്റെ മരണം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ബ്ലഡ് ക്യാൻസർ പിടിച്ചു ഇടക്കാലത്ത്. പത്തപ്പെരിയം എന്ന സ്ഥലത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ 2 പ്രാവശ്യം സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്താണ്. അഡ്മിറ്റ് ചെയ്യപ്പെട്ട ആ കുട്ടി തിരിച്ച് നാട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ വ്യാഴാഴ്ച അസറായപ്പോൾ കുറേ കുടുംബക്കാർ കാണാൻ വന്നു. വൈകാതെ എല്ലാവരോടും പോകാൻ പറഞ്ഞു. മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ SKSFൻ്റെ ഈ പ്രവർത്തകന് വാപ്പയെ വിളിച്ചു, ഉമ്മയെ വിളിച്ചു. ഉമ്മാക്ക് കുറച്ച് പൈസ കൊടുത്തു, കരഞ്ഞു, കെട്ടിപ്പിടിച്ചു, മാപ്പ് ചോദിച്ചു. ഉമ്മ ചോദിച്ചു, മോനെ എന്തിനാ കരയണ്? എൻ്റെ അടുത്ത് ഇപ്പം നിങ്ങൾക്ക് തരാതേ ഉള്ളൂ, കൂടുതൽ തരാൻ കഴിയാത്തതിൽ പൊരുത്തപ്പെടണം. ഉമ്മ കരഞ്ഞു. ഉമ്മാൻ്റെ കുട്ടി എന്താ അങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. അത് പറയേണ്ട സമയം ആയിക്കണം ഉമ്മ എന്ന് പറഞ്ഞു. ഉമ്മ ഉള്ളിലേക്ക് പോയി വാപ്പാനോട് കാല് നീട്ടാൻ വേണ്ടി പറഞ്ഞു. വാപ്പ നീട്ടിക്കൊടുത്തു. മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. ഞാൻ ഇമാമത്തിക്ക, വാപ്പ വേക്കൽ നിന്നോളി. 2 ആളും കൂടി ജമാഅത്ത് നിസ്കരിച്ചു. പിന്നെയും വാപ്പാനോട് കാല് നീട്ടാൻ വേണ്ടി പറഞ്ഞു. കാല് നീട്ടിക്കൊടുത്തു. വാപ്പാൻ്റെ തൊടയിൽ കിടന്നിട്ട് കയ്യിൽ തസ്ബീഹിൻ്റെ മാല പിടിച്ച് ഷംസുലമയെ നെഞ്ചിലേറ്റിയിട്ടുള്ള ഈ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ കർമ്മോത്സകനായ പ്രവർത്തകൻ ഉച്ചൈസ്തരം ദിക്ർ ചൊല്ലി ചിരിച്ചുകൊണ്ട് പ്രസന്ന ഭാവത്തോടുകൂടി വാപ്പച്ചിൻ്റെ മടിയിൽ കിടന്ന് മരിച്ചു. അയാളെ മയ്യത്ത് താങ്ങിക്കൊണ്ടുവന്നതിൻ്റെ വേക്കിൽ ഞാനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ചെറിയ കളിയല്ല, ഇത് അള്ളാഹുവിൻ്റെ ഭാഗ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊക്കെ ഉള്ള ലക്ഷ്യം, നമുക്ക് മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് നമ്മുടെ ആത്മാവിൻ്റെ സംഗീതം. ഇതാണ് നമ്മുടെ റൂഹിൻ്റെ റാഹത്ത്. ഇതാണ് നമ്മുടെ ഖൽബിൻ്റെ തേജസ്. ഇതാണ് ലാസ്റ്റ് ശ്വാസത്തിൽ സമസ്തയുടെ പ്രവർത്തകന്മാർ മുഴക്കേണ്ട മന്ത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് മുഴക്കി ചിരിച്ച് പ്രസന്ന ഭാവത്തോടെ മരിച്ച് രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത്, ഇവിടെ നിശ്ചിത സമയം മാത്രമേ ഉള്ളൂ. ഇതെന്നെ അതിക്രമിച്ചോ എന്ന് എന്നോട് നാണമുണ്ടെങ്കിൽ നിങ്ങളും ക്ഷമിക്കണം എന്ന് സാദരം ഉണർത്തി, ഇൻഷാ അല്ലാ എന്നെ സമദ് മുസ്ലിയാർ മുട്ടവും എൻ്റെ പ്രിയ സുഹൃത്ത് ശുക്കൂർ പൈസയൊക്കെ കൂടി തട്ടി മുട്ടി ഞാൻ മട്ടത്തിൽ ഇവിടെ എത്തിയതാണ്. ഏതായാലും ഇൻഷാ അല്ലാ വിളിച്ചതിൽ സന്തോഷം. അവരോട് പ്രത്യേകം നന്ദി പറഞ്ഞ്, നിങ്ങളോട് പൊതുവായി നന്ദി പറഞ്ഞ് ദുആക്ക് പ്രത്യേകം പ്രേരിപ്പിച്ചുകൊണ്ട് അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.